ഗ്രാമീണ ഭംഗിതൻ പൂവണിപ്പച്ചില പോർമുലക്കച്ചയിലെങ്ങ വൃശ്ചികക്കാറ്റൊന്നു കൈവയ്ക്കാൻ നോക്കിയാൽ പ്രക്ഷുബ്ധമായിടും കായൽ, പ്രക്ഷുബ്ധമായിടും കായൽ. എൻ്റെ പേര് ബൈജു പുനുക്കന്നൂർ എന്നാണ്. ഞാൻ ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റാണ്. ഒരു 40 വർഷത്തിലേറെയായി സജീവമായി ചിത്രകലാരംഗത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ ചിത്രങ്ങൾ വരയ്ക്കുന്നത് പരമ്പരകളായിട്ടാണ്, ഓരോരോ പരമ്പരകളായിട്ടാണ്. അങ്ങനെ കുറേയേറെ പരമ്പരകൾ ഞാൻ വരച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് പിൽഗ്രിമേജ് എന്നൊരു പരമ്പരയാണ്. പിന്നെ ഷാഡോ ഓഫ് വാട്ടർ, അതുപോലെ തന്നെ ജലജീവിതം, അങ്ങനെ കുറേ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രളയശേഷം 2018 പ്രളയശേഷം റിതം ഓഫ് റെയിൻ എന്ന ഒരു പരമ്പരയിൽപ്പെടുത്തി 10 ചിത്രങ്ങളാണ് വരച്ചത്. അത് 10 ചിത്രങ്ങൾ വളരെ വലിപ്പമുള്ള ചിത്രങ്ങളാണ്. എൻ്റെ ചിത്രങ്ങളൊക്കെയും 4 അടി 5 അടി ആ വലിപ്പം, അതുപോലെ 6 അടി 7 അടി വലിപ്പം ഒക്കെയുള്ള 12 അടിയൊക്കെ വലിപ്പം ഉള്ള ചിത്രങ്ങളാണ് ഞാൻ വരയ്ക്കുന്നത്. പിന്നെ മെയിനായിട്ട് ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ഞാൻ ഡാലിയ എന്ന് പറഞ്ഞ് ഒരു സീരീസ് തന്നെ ചെയ്തിട്ടുണ്ട്. ചൂണ്ടുവിരൽ മാത്രമാണ് അതിലുപയോഗിച്ചിട്ട്, ബ്രഷിന് പകരം ചൂണ്ടുവിരൽ ഉപയോഗിച്ച ചിത്രമാണത്. ഒരു സോളോ എക്സിബിഷൻ ചെയ്യാൻ വേണ്ടി അത്രത്തോളം ചിത്രങ്ങൾ ഈ ഡാലിയ സീരീസിൽ തന്നെയുണ്ട്. ഞാൻ ഒരു ചിത്രകല കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളല്ല. കുട്ടിക്കാലത്ത് എൻ്റെ ജ്യേഷ്ഠന്മാർ അവർ 2 പേര് ഇങ്ങനെ പേപ്പറിലൊക്കെ വരയ്ക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇൻട്രസ്റ്റ് തോന്നിയാണ് ഞാനും ഈ വരയിലേക്ക് വരുന്നത്. പിന്നീട് ഞാൻ വരയിൽ സജീവമാവുകയും അവർ പക്ഷേ ഈ മേഖല പിന്തുടരാതെ പോവുകയും ചെയ്തു എന്നതാണ്. ഞാൻ പ്രധാനമായിട്ടും ക്രിയേറ്റീവ് ആർട്ട് ചെയ്യുന്നുവെങ്കിലും അത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. എൻ്റെ എല്ലാ ചിത്രങ്ങളും അങ്ങനെയാണ്, പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളാണ്. എന്നാൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് ഞാൻ പ്രധാനമായിട്ടും ഊന്നൽ കൊടുത്ത് ചെയ്യുന്നത്. സഹശയനം എന്ന് പറഞ്ഞ് ഒരു സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. സഹശയനം അത് കൃത്യമായ ഒരു വിഷ്വലാണ്. നമ്മൾ കാട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ മലർന്നു കിടന്നാൽ നമ്മളെ ചുറ്റുപാടിലും ഈ മരങ്ങൾക്കിടയിലൂടെ നമ്മൾ ആകാശം കാണുന്നതും, ഈ ആകാശത്ത് മനുഷ്യൻ ഉറങ്ങുന്നതായിട്ടാണ്, ഈ മേഘങ്ങൾ ഉറങ്ങുന്നതായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന് സഹശയനം എന്നൊരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കുറേ ചിത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഷാഡോ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞൊരു സീരീസ് ചെയ്യുകയുണ്ടായി. അതിൽ പ്രധാനമായിട്ടും പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്തത്, യഥാർത്ഥത്തിൽ പ്രളയത്തിന് മുന്നെയാണ് ഞാൻ ചിത്രം വരച്ചു തുടങ്ങിയത്. ഒരുപക്ഷെ ആ ചിത്രം സുനാമിയൊക്കെ വരുന്നതിന് മുന്നെയാണ് ആ ചിത്രം വരച്ചത്. ഞാൻ സുനാമിക്ക് ശേഷം ഈ ചിത്രം ഡേറ്റ് വെച്ച് എക്സിബിറ്റ് ചെയ്ത സമയത്ത് പലരും എന്നോട്, അതായത് നമ്മളെ പ്രധാനമായിട്ടും നമ്മുടെ അന്നത്തെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിട്ടിരുന്ന ഷാജഹാൻ സാറ് പ്രത്യേകം എന്നോട് എൻ്റെ ഒരു പെയിൻറ്റിങ് എക്സിബിഷൻ ഇനാഗുറേറ്റ് ചെയ്തുകൊണ്ട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട്, സുനാമിക്ക് മുന്നേ തന്നെ ഇങ്ങനെ ഒരു സുനാമി ഉണ്ടാകുമെന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നോ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ നമ്മൾ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെ ആണ് ചിത്രീകരിച്ച് വെച്ചത്. അതിന് ശേഷമാണ് സുനാമിയൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു സുനാമിക്ക് ശേഷമായിരിക്കാം ജനങ്ങൾ ഒരു പക്ഷേ ഈ ചിത്രത്തിനെ അത്രത്തോളം ഉൾക്കൊണ്ടത് എന്നുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ചോദ്യമുണ്ടായത്. അത് വിക്ടർ ജോർജ് അന്ന് ആ പ്രകൃതി ദുരന്തത്തിൽ ഫോട്ടോ എടുക്കാൻ പോയി അങ്ങനെ മരണപ്പെടുന്ന ആ ഒരു സംഭവം, അതിൽ പ്രധാനമായിട്ടും ഒരു ചിത്രം ഞാൻ അതിൽ കേന്ദ്രീകരിച്ചാണ് ചെയ്തത്. അതിൻ്റെ ഈ ഷാഡോ ഓഫ് വാട്ടറിനകത്ത് അങ്ങനെ ആ സമയത്ത് നടന്ന പ്രകൃതി ദുരന്തവും മനുഷ്യനും അതിലുള്ള ബന്ധവും ഒക്കെ ചേർത്തുകൊണ്ട് കുറേ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ചിത്രം വരയ്ക്കുമ്പോൾ ഒരു സബ്ജക്റ്റ് നമ്മുടെ ഉള്ളിലുണ്ടാകും. അതല്ലാതെ ചിത്രത്തെ നമ്മൾ ഒരിക്കലും ഇമാജിൻ ചെയ്യുന്നില്ല. ചിത്രത്തെ നമുക്ക് അങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ട് വരയ്ക്കാനും പറ്റില്ല. നമ്മൾ ഓരോ ദിവസവുമാണ് ഈ ചിത്രത്തെ ഡെവലപ്പ് ചെയ്ത് നമ്മളുടെ ആശയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം വരയ്ക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു സാധനങ്ങളും ഉണ്ടാകത്തില്ല, ഒരു ആശയം മാത്രമേ അപ്പോഴുണ്ടാകുകയുള്ളൂ.
പിന്നീട് നമ്മുടെ ഈ വരച്ചു തുടങ്ങിയതിന് ശേഷം നമ്മുടെ ഓരോ ദിവസവും അതിനു വേണ്ടി ആ ചിത്രം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബ്രെയിനിൽ ആ ചിത്രം ഇങ്ങനെ കിടക്കുകയാണ്. അത് പിന്നീട് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോൾ ആ ചിത്രം രൂപപ്പെട്ടു വരികയാണ് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ചിത്രം വരയ്ക്കുമ്പോൾ എൻ്റെ ഒരു ചിത്രം പൂർണ്ണമാകുന്നത് പലപ്പോഴും 6-7 മാസം ഒക്കെ എടുത്താണ് പല ചിത്രങ്ങളും പൂർത്തീകരിച്ചിട്ടുള്ളത്. അത് വലിയ ചിത്രങ്ങളായതുകൊണ്ടും ഞാൻ ഉപയോഗിക്കുന്ന ആ ഒരു ശൈലി വളരെ സൂക്ഷ്മമായ വരകളാണ് ഞാൻ എൻ്റെ ചിത്രങ്ങളിൽ ഉപയോഗിക്കുന്നത്. വളരെ സൂക്ഷ്മമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പെന്നുപയോഗിച്ച് വരയ്ക്കുന്നതാണോ എന്ന് തോന്നിപ്പോകുന്ന ഒരു തരത്തിലാണ് എൻ്റെ ഓരോ ചിത്രങ്ങളും അങ്ങനെ ചെയ്തിട്ടുള്ളത്. മാസങ്ങളെടുത്തിട്ടുള്ള ഒരു ശൈലിയാണ് ഞാൻ ഉപയോഗിച്ചു പോരുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ ചിത്രകാരന്മാരും നമ്മൾ വരച്ചു തുടങ്ങുന്നത് പ്രകൃതിയിലൂടെയാണ്. പ്രകൃതി ചിത്രങ്ങൾ വരച്ചും കൊണ്ടാണ് ഒരു ചിത്രകാരൻ അവൻ്റെ ചിത്രകലാ പഠനം ആരംഭിക്കുന്നത് തന്നെ. അത് കൃത്യമായും ഈ പ്രകൃതി അങ്ങനെ വരച്ചു തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഒരു പ്രകൃതി ആരാധകൻ അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന തരത്തിലേക്ക് ഈ ചെടികളും ഒക്കെ നട്ട് അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് അങ്ങനെ വരുന്ന പ്രകൃതിക്ക് യാതൊരു വിധമായ ദോഷവും ചെയ്യാത്ത മനുഷ്യരായി ജീവിക്കാൻ ഒരുപക്ഷെ സാധിക്കുന്നുവെന്നാണ് തോന്നുന്നത്. അങ്ങനെ വരച്ചു തുടങ്ങുന്ന ഒരാളിനെ സംബന്ധിച്ച് പ്രകൃതിയോടുള്ള ഇഷ്ടം, നമ്മൾ പരിസ്ഥിതിയോടുള്ള ആ ഒരു സ്നേഹം തീർച്ചയായും ഉണ്ടാകും. അത് തന്നെയായിരിക്കാം എൻ്റെ ഉള്ളിലും ഉണ്ടായതെന്ന് തോന്നുന്നു. നമുക്ക് ഒരു ശൈലി രൂപപ്പെടുന്നത് നിരന്തരമായി ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അത് വർഷങ്ങളായിട്ട് വരച്ചു വന്നതിൻ്റെ പേരിൽ എനിക്ക് വന്നു ചേർന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു വരയാണ് അതിനകത്ത് കൂടുതലായിട്ടും വരുന്നത്. എൻ്റെ ചിത്രങ്ങൾ കുറച്ച് കളർഫുള്ളായിട്ട് പലരും സംസാരിച്ചിട്ടുണ്ട്. നിരവധി മാസ്റ്റേഴ്സ് നമ്മുടെ ഉള്ളിലുണ്ട്. പ്രധാനമായിട്ടും കൊല്ലത്തുകാരനായ ശ്രീ ജയപാല പണിക്കർ. ഞങ്ങളുടെയൊക്കെ നല്ല ഒരു പ്രായത്തിൽ അദ്ദേഹത്തോടൊപ്പം ഒക്കെയുള്ള ഒരു സഹകരണം നമുക്കുണ്ടായിരുന്നു. അദ്ദേഹവുമായിട്ട് ഒന്നിച്ച് നടക്കാനും സംസാരിക്കാനും അതുപോലെ അദ്ദേഹത്തിൻ്റെ വര കാണാനും ഇടപെടാനും ഒക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളോട് വലിയ ഇഷ്ടമായിരുന്നു. കൊല്ലത്തുകാരനെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള കുറേ ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റേത്. പിന്നെ നിരവധി മാസ്റ്റേഴ്സ് ഉണ്ട്. ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ ധാരാളം മാസ്റ്റേഴ്സിനെ നമ്മൾ അവരുടെ ചിത്രങ്ങൾ കാണുകയും മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം അതൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു എല്ലാ ചിത്രകാരന്മാരും അങ്ങനെ മനസ്സിൽ പലരെയും മാസ്റ്റേഴ്സായിട്ട് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആരുടെയും എങ്കിലും അടുത്ത് പോയി പഠിക്കുന്ന ആ അധ്യാപകനല്ലാതെ തന്നെ നമ്മൾ ചില ചിത്രങ്ങൾ കണ്ടിട്ട് അവരെ നമ്മൾ മാസ്റ്റേഴ്സായി മനസ്സിൽ കൊണ്ടു നടക്കാറുണ്ട്. പലപ്പോഴും നമ്മളെ മനസ്സിലിങ്ങനെ ഈ അസ്വസ്ഥപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ചിത്രങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഒരു കവിത ജനിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ കണ്ണ് നിറയുമ്പോഴാണ്, കരച്ചിലുണ്ടാകുമ്പോഴാണ്, വിഷമം ഉണ്ടാകുമ്പോഴാണെന്ന് പറയും. അതുപോലെ തന്നെ ചിത്രങ്ങളും ജനിക്കുന്നത് അങ്ങനെ വിഷമത്തിൽ നിന്നാണ് കൂടുതൽ ചിത്രങ്ങൾ ജനിക്കുന്നത്. സന്തോഷത്തിൽ നിന്ന് ജനിക്കുന്ന ചിത്രങ്ങൾ വളരെ കുറവാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നമുക്കിവിടെ അറിയാം, കൊല്ലത്ത് മഞ്ജുഷ വിദ്യാധരൻ എന്ന് ഒരു മനുഷ്യനുണ്ടായിരുന്നു. നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ ജയിലിൽ കിടക്കുന്ന സമയത്ത് ബീഡിയൊക്കെ കൊണ്ടുകൊടുക്കാൻ അന്ന് ഈ മനുഷ്യൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ മനുഷ്യനെ ഒരു വലിയ നമ്മളെ കുഞ്ഞുണ്ണി മാഷിൻ്റെ കണക്ക് കൊച്ചൊരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന കാലം ഈ വൃദ്ധസദനത്തിൽ ഒരിക്കലും ഞാൻ ആദ്യമായി വൃദ്ധസദനം സന്ദർശിക്കുമ്പോൾ ആ വൃദ്ധസദനത്തിൽ അദ്ദേഹത്തിനെ കണ്ടുമുട്ടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ശരിക്കും എന്നെ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ അന്ന് പെടുത്തി. എനിക്ക് തോന്നുന്നു അന്ന് അടുത്ത ദിവസം എനിക്ക് മറ്റൊരു വർക്കുണ്ടായിട്ട് പോലും ഞാനൊരു രാത്രി 2:30 വരെ ഇരുന്ന് എൻ്റെ ഒരു ക്യാൻവാസിലേക്ക് ഞാൻ അതിൻ്റെ ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ടിട്ടാണ് അന്ന് ഉറങ്ങിയത്. അപ്പോൾ അത് പലപ്പോഴും നമുക്കത് അന്ന് വരയ്ക്കാതിരിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഇങ്ങനെ ധാരാളം സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ചിത്രങ്ങൾ പിൽക്കാലത്ത് ശ്രദ്ധേയമായ ചിത്രങ്ങളായി മാറിയിട്ടുണ്ട്.
ഞാൻ എനിക്ക് തോന്നുന്നു 2023 തോന്നുന്നു നേപ്പാളിൽ കാഠ്മണ്ഡുവിൽ ഈ പറഞ്ഞ ചിത്രം എക്സിബിഷന് വെക്കുകയും ആ എക്സിബിഷനിലെ ഏറ്റവും നല്ല ചിത്രം എന്ന നിലയിൽ അവർ എനിക്കൊരു ഗോൾഡ് മെഡൽ അവിടുന്ന് അവർ അയച്ചു തരികയൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ അത്രയും ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രമായിരുന്നു അത്. ഞാനത് പിൽഗ്രിമേജ് എന്നൊരു പരമ്പരയിൽപ്പെടുത്തി ചെയ്ത ചിത്രമാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ ചിത്രകാരന്മാർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിത്രം വരയ്ക്കുക, ഈ പറഞ്ഞ കണക്ക് അതൊന്ന് ജനിച്ച് വീഴുന്നത് വരെയുള്ള നമ്മൾ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ, അത് മിക്കവാറും ചിത്രകാരന്മാർ അനുഭവിക്കുന്നുണ്ട്. ഞാൻ അക്കാഡമിയുടെ ഗ്രാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ അക്കാഡമിയുടെ സെലക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. അവാർഡിലേക്കൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ പറയുന്ന തരത്തിൽ 2012 കേരള ലളിതകല അക്കാഡമിയുടെ അന്ന് 20 പേർക്കാണെന്ന് തോന്നുന്നു അക്കാഡമി എക്സിബിഷൻ നടത്തുന്നതിന് വേണ്ടി ഗ്രാൻഡ് കൊടുക്കുന്നത്. നമ്മൾ 10 ചിത്രങ്ങൾ അയച്ചിട്ടാണ് അതിൽ സെലക്ഷനിൽ വരിക എന്ന് പറയും. ആയിരക്കണക്കിന് പേരാണ് ഇപ്പം ഇത്തരം കാര്യങ്ങൾക്ക് വർക്ക് അയക്കുന്നതൊക്കെ. അതിൽ ആ ഒരു വർഷം എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായി. അത് ഞാൻ പ്രയോജനപ്പെടുത്തിയത് തൃശ്ശൂർ ആർട്ട് ഗാലറിയിൽ, അക്കാഡമിയുടെ ആർട്ട് ഗാലറിയിൽ എക്സിബിഷൻ നടത്തിക്കൊണ്ടാണ് അത് പ്രയോജനപ്പെടുത്തിയത്. പിന്നെ ആനുവൽ എക്സിബിഷനിൽ, അതായത് അവാർഡിന് മുന്നോടിയായിട്ട് അവർ സെലക്ട് ചെയ്യുന്ന ചിത്രങ്ങൾ, അങ്ങനെ ആനുവൽ എക്സിബിഷന് എൻ്റെ ചിത്രങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ എന്നും നിലനിൽക്കുന്നത് ഡിജിറ്റൽ ചിത്രങ്ങളും അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആർട്ടും ഒക്കെ, ഇത് രണ്ടും വളരെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒന്നാണ്. ഒരുപക്ഷേ ഈ എല്ലാ ഇൻസ്ട്രക്ഷനും കൊടുത്തും കൊണ്ട് നമുക്കൊരു ചിത്രം സൃഷ്ടിക്കാൻ പറ്റുമായിരിക്കും. ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കം ചെയ്യുന്നത് പോലെ ഒരു ചിത്രം ഒരിക്കലും അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ഈ AI-ക്ക് കഴിയത്തില്ല. AI പലയിടത്തുനിന്നും ഓരോരോ സംഭവങ്ങൾ, ഓരോരോ പീസുകൾ എടുത്തിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല ചെയ്യുന്നത്. അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന പുതിയ സാധനങ്ങളാണ് അത്. ലോകത്ത് ഒരു വർക്കേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് AI-യുടെ ഒരു കാലം ഇങ്ങനെ വന്നു എന്ന് വിചാരിച്ച് ചിത്രകലയുടെ ഒരു പ്രസക്തി ഒന്നും നഷ്ടപ്പെടുന്നില്ല. എനിക്ക് തോന്നുന്നു ചിത്രകല കുറച്ചും കൂടെ ഉയരങ്ങളിലേക്ക് പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പഴയ കാലത്തിൽ നിന്നും ഇന്ന് പേരൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ചിത്രകലയിലേക്ക് താല്പര്യത്തോടെ പറഞ്ഞു വിടുന്ന ഒരു സംസ്കാരം ഇപ്പോഴുണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, മുന്നേ നടന്നു പോയവരൊക്കെ ഈ മേഖലയ്ക്ക് വേണ്ടി കുറേയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചിത്രകല നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തരത്തിലേക്ക് കേരളത്തിൽ വളർന്നോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ചിത്രകല കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, പഴയതിൽ നിന്ന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഈ മേഖലയിൽ സജീവമായ ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴാണ് എപ്പോഴും പുരോഗമനം ഉണ്ടാകുന്നത്. ആ അടിസ്ഥാനത്തിൽ തീർച്ചയായും മുൻ വർഷങ്ങളിൽ നിന്നും ചിത്രകലയ്ക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് നിലനിൽക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നുണ്ട്. പൂർണ്ണമായും ഒരുങ്ങി എന്നല്ല പറയുന്നത്, പക്ഷേ കാലക്രമേണ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ ചിത്രകാരനും കുറേ കൂടി പ്രാധാന്യമുണ്ടാകും എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ തിരുനെല്ലൂർ കാവ്യോത്സവത്തിൽ 17 വർഷങ്ങൾ യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രാം നടന്നിട്ടുള്ളത് അത്രയുമാണെങ്കിൽ എനിക്ക് 1 വർഷം മാത്രമാണ് ഇതിൽ പങ്കെടുക്കാൻ കഴിയാഞ്ഞത്. പിന്നെ തിരുനെല്ലൂർ സാറിനോടൊപ്പം നടക്കാനും അദ്ദേഹത്തിൻ്റെ കവിതകളെ ആസ്വദിക്കാനും അദ്ദേഹവുമായിട്ട് സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരിക്കാനും ഒക്കെ അവസരം ഉണ്ടായ ഒരാൾ കൂടിയാണ് ഞാൻ. അതൊക്കെ തന്നെ ആയിരിക്കാം ഇദ്ദേഹത്തിൻ്റെ പരമാവധി പ്രോഗ്രാമുകൾ മിസ് ചെയ്യാതെ ഞാൻ എവിടെയായിരുന്നാലും ഓടി ഇവിടെ എത്താൻ ശ്രമിക്കുന്നതും ഇതുമായിട്ട് ബന്ധപ്പെടുന്നത്. അത് എനിക്ക് തോന്നുന്നു തിരുനെല്ലൂരിൻ്റെ ഈ കവിതകൾ ചിത്രങ്ങളുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ വരിയിലും ചിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ്. നമുക്കറിയാം, ഞങ്ങളൊക്കെ വരയ്ക്കുന്നത് അഷ്ടമുടിയെയൊക്കെ വർണ്ണിക്കുമ്പോൾ ഞങ്ങൾ വരയ്ക്കുന്നതും ഒക്കെ ഈ ജലാശയങ്ങളൊക്കെ അഷ്ടമുടിയുമായിട്ട്, എനിക്ക് തോന്നുന്നു കൊല്ലത്തെ ചിത്രകാരന്മാരൊക്കെ അങ്ങനെ അഷ്ടമുടിയുമായിട്ട് ബന്ധപ്പെടുത്താറുണ്ട്. നിരവധി ചിത്രങ്ങൾ തിരുനെല്ലൂരിൻ്റെ കവിതയെ ആസ്പദമാക്കി ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു കവിതയെ ബേസ് ചെയ്തല്ല പലപ്പോഴും എനിക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഒരു സമ്മറി ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് അങ്ങനെ അതിൻ്റെ ഭാഗങ്ങളെടുത്ത് എനിക്ക് വരയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
ഈ വർഷവും അങ്ങനെ ഒരു ഒറ്റ കവിതയിൽ നിന്നല്ല മറ്റ് കവിതകളും ഒക്കെ ചേർന്നും കൊണ്ട് ഒരു ചിത്രമാണ് ഞാൻ വരച്ചിട്ടുള്ളത്. മെയിനായിട്ട് ഞാൻ ഈ വർഷം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ചെമ്പരത്തി എന്നൊരു കവിതയെ കൂടി ഈ മറ്റ് കവിതയുടെ ഭാഗമായിട്ട് ചേർത്തുകൊണ്ടാണ് വരച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചെമ്പരത്തി എന്ന ചിത്രത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് വരച്ചതെങ്കിലും പ്രകൃതിയെ അതിൽ ഞാൻ നന്നായി ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഈ വരച്ചപ്പോൾ അതിൽ തിരുനെല്ലൂരിനെ കൂടെ ഞാൻ ഒരു വരയിൽ ചേർത്ത് വരച്ചിട്ടുണ്ട്. ഒരുപക്ഷെ തിരുനെല്ലൂരിനെ കണ്ടിട്ടുള്ളവർ, തിരുനെല്ലൂരിനെ മനസ്സിലാക്കിയിട്ടുള്ളവർ, അല്ലെങ്കിൽ തിരുനെല്ലൂരിൻ്റെ രൂപം മനസ്സിലുള്ളവർ തീർച്ചയായും ഈ ചിത്രത്തിനുള്ളിൽ കടന്ന് അതിൻ്റെ ആ രൂപം കണ്ടെത്തും. അതുപോലെ തന്നെ തിരുനെല്ലൂരിൻ്റെ ആ ചിത്രത്തോടൊപ്പം സ്നേഹത്തിൻ്റെ പ്രതീകമായി ഞാൻ തിരുനെല്ലൂരിൻ്റെ മുഖം മാത്രമല്ല മറ്റൊരു മുഖം കൂടി ചെയ്തു വച്ചിട്ടുണ്ട്. അത് തിരുനെല്ലൂരിൻ്റെ എല്ലാ കവിതകളിലും അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സ്നേഹത്തിനും അതുപോലെ അധ്വാനത്തിനുമാണ്. അദ്ദേഹം എപ്പോഴും ഒരു പോസിറ്റീവ് തിങ്കിങ് കൊണ്ടു നടന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ എന്നതുപോലെ അദ്ദേഹത്തിനെ വരയ്ക്കുന്ന എല്ലാവരുടെയും ഏതൊരു ചിത്രകാരനും ആ ഒരു പോസിറ്റീവ് എനർജി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. എൻ്റെ ചിത്രങ്ങളിൽ നമ്മൾ ആദ്യ കാഴ്ചയിൽ കാണുന്നത് പോലെ ആയിരിക്കില്ല ആ ചിത്രം നമ്മളുമായിട്ട് സംവദിക്കുന്നത്. അതിനകത്ത് കുറേയേറെ മറ്റു ഒബ്ജക്റ്റുകൾ നമ്മുടെ ഹൈഡ് ചെയ്ത് കുറേയേറെ ഒബ്ജക്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രങ്ങളുടെ മുന്നിൽ പലപ്പോഴും പലരും ഇത് കണ്ടുപിടിക്കുന്നതിനും വേണ്ടിയും അല്ലെങ്കിൽ അത് എന്തിനാണ് അത്തരം സിമ്പലുകൾ ഉപയോഗിച്ചിരിക്കുന്നതെന്നുള്ളത് അങ്ങനെ പലരും അത്തരത്തിൽ അതിനെ വളരെ സൂക്ഷ്മതയോടെ കാണാറുണ്ട്. ഞാൻ അങ്ങനെ വരച്ച് ശീലിച്ച ഒരാളായതുകൊണ്ട് എൻ്റെ ചിത്രങ്ങളിൽ പലപ്പോഴും ഇത്തരം ഇമേജുകൾ വന്ന് ചേരാറുമുണ്ട്.